ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരിക, നമ്മൾ നന്മ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മയായാലും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമായാലും നിൻ്റെ മുഖത്ത് മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഒന്നും കൊണ്ടുവരുതെന്ന നിൻ്റെ ഡീലിങ്സ് നിൻ്റെ കർത്താവിനോടാണ്. ഈശോ വചനത്തിൽ ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. ഉപവാസം എന്ന് പറയുന്നത് നീയും നിൻ്റെ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ്. അത് നീ മറ്റുള്ളവരെ കാണിക്കുവാനുള്ളൊരു പ്രക്രിയയാക്കി മാറ്റരുത്. എന്ന് വച്ചാൽ മഹത്വം നിനക്കല്ല, മഹത്വം നിൻ്റെ കർത്താവിനാണ്. അത് നിൻ്റെ ഭാവത്തിൽ വരണമെന്ന് പറയുക. എങ്ങനെ ഭാവത്തിൽ കൊണ്ടുവരിക? ഹൃദയത്തിൽ നിന്ന് എന്ത് പുറപ്പെടുന്നോ അത് മുഖത്ത് പ്രകാശിക്കും, അത് നന്മയായിട്ട് പ്രകാശിക്കും. ഭാവങ്ങളൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ നിന്ന് കണക്ക് കൂട്ടിയുള്ള പ്രക്രിയ. ആത്മീയത എന്ന് പറയുന്നത്, നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ചില ചലനങ്ങളാണ്. ദൈവത്തിനുള്ള മഹത്വവും അങ്ങനെ തന്നെ. നിൻ്റെ ഹൃദയം നിൻ്റെ കർത്താവിന് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചലിക്കട്ടെ. അതാ നിന്നിൽ നിന്ന് നിൻ്റെ കർത്താവ് ആഗ്രഹിക്കുക. അപ്പോൾ നിൻ്റെ എല്ലാ കാര്യങ്ങളും നിൻ്റെ കർത്താവ് നോക്കിക്കോളും. അതൊരു ഗ്യാരണ്ടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കരങ്ങൾ കൂപ്പാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.